ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. പാസ്ത ഇതാണ്. ഇത് പലതരത്തിലുള്ള പാസ്ത ഉണ്ട്. ഇതിപ്പോ ഞാൻ ഈ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇത് പാസ്ത ഞാൻ എടുത്തിരിക്കുന്നത് ഈ പാത്രത്തിന്, ഇതിന് ഒരു ഒന്നര പാത്രമാണ്, ഇതാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു 2 തക്കാളിക്ക, ഇത് ഒരു സവാള, പിന്നെ അരമുറിയും കൂടെ, ഒന്നര സവാള, പിന്നെ ശകലം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടും, ശകലം എടുത്തുള്ളൂ. പിന്നെ ഉപ്പ്, പിന്നെ ശകലം മുളക് പൊടി, മഞ്ഞപ്പൊടി എടുത്തില്ല. പിന്നെ പാസ്ത മസാല ഇടും. പാസ്ത മസാല ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മാഗി മസാല ഇടാം. അത് 5 രൂപയുടെ പാക്കറ്റ് കിട്ടുന്നതാണ്. ഞാനിവിടെ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് ഒരു ചരുവത്തില് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ശകലം നോർമൽ സൺഫ്ലവർ എണ്ണയാണ്, ഏതെങ്കിലും മതി, നമ്മുടെ കയ്യിലുള്ളത് ഏതാണെങ്കിൽ. പക്ഷെ ഇതിനകത്ത് ഞാൻ മറ്റേ കടുകെണ്ണ ഒഴിക്കത്തില്ല. ഇതൊരു ശകലം ഇങ്ങനെ ഒഴിച്ചു. അതിനകത്ത് ഒഴിച്ചതിന് കൂട്ടത്തില് ഒരു ശകലം ഉപ്പും കൂടെ ഞാൻ ഇടുകയാണ് വെള്ളത്തിലോട്ട്. ഉപ്പും കൂടെ ഇട്ടു. അപ്പം ഇത് രണ്ടും കൂടി ഇട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്ത്, നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിച്ചോണ്ട് വരുന്നതല്ലേ, അപ്പൊ ഒത്തിരി കഴുകരുത്, ഇതങ്ങ് ഒട്ടിപ്പിടിച്ച് പോകുവേ. അപ്പം വെള്ളം നല്ലപോലെ തിളയ്ക്കാറായി കഴിയുമ്പോഴേ നമ്മളിത് കഴുകിയെടുക്കാവുള്ളൂ. കാരണം വെള്ളം ഇത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇത് ഒരു ഒട്ടിപ്പിടിക്കലുണ്ട്. അപ്പം വെള്ളം തിളച്ച് വരാറായി വരുന്നുണ്ട്. ഞാനിത് ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്, വെള്ളം പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തിളച്ച ഉടനെ ഞാൻ ഇത് അതിനകത്ത് ഇടുമ്പോൾ നമുക്ക് അത് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനിത് കാണിച്ചു തരാം. കഴിഞ്ഞു. ഞാനപ്പൊ ഇത് പാസ്ത അതിനകത്തോട്ട് ഇടുകയാണ്. ഇത് പാസ്ത ഇട്ടു ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത് വേകുന്നത് ഒത്തിരി അങ്ങ് അളിഞ്ഞു പോകരുത്. അത് ഒരു 5-10 മിനിറ്റ് കൊണ്ട് മാക്സിമം വെന്ത് കിട്ടും. 5-10 മിനിറ്റ് മതി ഇത് വെന്ത് വരാൻ. ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഒത്തിരി അളിഞ്ഞു പോകാതെ. ഒത്തിരി അളിഞ്ഞു പോയ അഴുക്കാണ്. പക്ഷെ ഇത്തിരി വേഗവും ചെയ്യണം, അതുപോലെ ചെയ്യണം. പാൻ വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഇത് ഈ പാസ്ത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഇത് നമ്മൾ സവാള എന്ന് വഴറ്റാൻ മാത്രം ഉള്ള എണ്ണ വേണേ. അപ്പൊ അതനുസരിച്ച് എന്തോരാന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെ അളവ് അനുസരിച്ചാണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. അത് അളവൊക്കെ നമുക്ക് ഒരു സവാള വഴറ്റാൻ വേണ്ടിയിട്ട് എന്തോരം വേണോന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അത് വെച്ച് മതി. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ജീരകവും കടുകും ഒന്നും ഇടുന്നില്ല. ഞാൻ ഇതിനകത്തോട്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതാണല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ആദ്യം ഇടുന്നത് ഇതിനകത്തോട്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഇട്ട് ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് സവോള ഇടാം. ഇത് ഓൾറെഡി അരച്ചു വെച്ചത് കൊണ്ടാണ് ഞാൻ ആദ്യം ഇടുന്നത് കേട്ടോ. അപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതിടാം. ഇത് ജസ്റ്റ് ഒന്ന് വഴത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് സവാള ഇടുകയാണ്. സവാള ചോപ്പ് ചെയ്തതാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു. അപ്പൊ ഉപ്പിടുകയാണ്. ഉപ്പ് ആവശ്യാനുസരണം ഇടണം. ഞാൻ കുറച്ച് ശകലം മാത്രം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വെള്ളം അത് വെന്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ തിളപ്പിക്കാൻ വെച്ചതേ. അപ്പം അതിനകത്ത് ഞാൻ ഉപ്പും എണ്ണയും ഒഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കളഞ്ഞു കഴിയുമ്പോൾ ശരിയാവും. അപ്പം ഇത് ശകലം കൂടെ വേകണം. അപ്പൊ നമുക്കറിയാൻ പറ്റുമല്ലോ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോ എന്തോരം വേകണമെന്നൊക്കെ. അതനുസരിച്ച് വേവിച്ചാൽ മതി. അപ്പൊ ഈ സവാള കുറച്ച് വഴന്നു. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇതുകൂടെ ഇടുകയാണ്, തക്കാളിക്കയും കൂടെ. അപ്പൊ ഈ സവാള ഒത്തിരി അങ്ങ് വഴത്തായിട്ടില്ല. അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് വഴത്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുകൂടെ ഇട്ടു.
ഇതോടെ ഇട്ട് കഴിഞ്ഞ് ഇനി ബാക്കി മസാല ഞാൻ ഇതിൻ്റെ അകത്തോട്ടെ ശകലം മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി പക്ഷെ ഭയങ്കര എരിവുള്ളത് എൻ്റെ ഇപ്പം അവൈലബിൾ ഇല്ല, അവൈലബിൾ അല്ല എനിക്കിപ്പം കാശ്മീരി മിർച്ച് പൗഡർ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് ഇടുകയാണ്. ഇതിന് ഇച്ചിരി എരിവ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. അത് എരിവനുസരിച്ച് നമുക്ക് ഇടണം. കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ എരിവ് ഇടണം, ഇല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇത് സ്പെഷ്യലായിട്ട് കുട്ടികൾക്കുള്ള ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്ന പാസ്ത തക്കാളിക്കയുടെ ചുമല കളറിലുള്ളത്, പിന്നെ വേറൊന്നുണ്ട് വൈറ്റ് കളറിലുള്ളതും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മക്രോണി ഉണ്ട്, പാസ്ത പല പല രീതിയിലുള്ളതുണ്ട്. അത് ഏതാണെങ്കിലും നമുക്കൊന്ന് തിളപ്പിച്ച് ഇങ്ങനെ ഊറ്റിയെടുക്കണം. വെള്ളം ഇച്ചിരി കൊഴുത്ത് വന്നു നമ്മൾ തിളപ്പിക്കാൻ പറ്റുക, അതിനർത്ഥം അത് വെന്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ വെള്ളം ഊറ്റാൻ പോവുകയാണ്. പാസ്ത മസാല ഇത് ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. അഥവാ ഇത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് മാഗി മസാല ഇട്ടാലും മതി. 5 രൂപയുടെയാണ് വരുന്നത്, അതായാലും മതി. അഥവാ പാസ്ത മസാല ഇല്ല എങ്കിൽ മാഗി മസാല തന്നെ ഇത് നമ്മൾ യൂസ് കർ സക്ത. ഇത് പാക്കറ്റ് 5-ന്റെ പൗച്ച് കിട്ടുന്നതാ എവിടെ വേണേലും. അപ്പൊ ഇത് ഇടുകയാണെങ്കിൽ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് വരും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷണലാണ് കേട്ടോ. ഞാനിവിടെ ഇത് പാസ്ത മസാല ഇടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശകലം മുളക് പൊടി ഉപ്പും മാത്രമേ ഇട്ടിരുന്നുള്ളൂ. അപ്പൊ പാസ്ത മസാലയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ശകലം മയോണീസ് ചേർക്കുകയാണ്. ഇവിടെ തന്നെ നമ്മളുടെ ഇത് തിളയ്ക്കാൻ വെച്ചത് നമ്മള് ഇത് ഇച്ചിരി വെള്ളം കൊഴുത്ത് വന്നപ്പോ നമുക്ക് മനസ്സിലായി ഇത് വെന്തെന്ന്. അത് തന്നെയല്ല, പിടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാവേ അത് വെന്തിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ സ്ട്രെയിനർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട്, വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് നമ്മൾ വെള്ളം ഇങ്ങനെ ആക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ ആക്കി ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ്. കമ്പനിയുടെ കുഴപ്പമില്ല, മയോണീസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് പല കമ്പനിയുടെ ഉണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ച് ശകലം ചേർക്കാം ഇതിനകത്ത്. അപ്പൊ ഞാൻ ഇതില് ഒരു ശകലം എന്ന് പറഞ്ഞാൽ അതേക്കോ ആവശ്യാനുസരണം ഞാനൊരു ഇത്രയും ഞാൻ ഇട്ടു. ഇത് എന്തിനാ ഇടുന്നെന്ന് വെച്ചാല് ഇതൊരു കളർ, ശരിക്കും നമുക്ക് നല്ലൊരു കളർ തരും. പിന്നെ ടേസ്റ്റ് ചെറിയൊരു പുളി ടൈപ്പാണ്. ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് കണ്ട കളർ എങ്ങനെ വന്നെന്ന് നോക്കി. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു കൊഴുപ്പ് പോലെ വരും. അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ മയോണീസ് ഇട്ട് കഴിഞ്ഞപ്പോ ഇത് കണ്ട മസാല എങ്ങനെ വന്നെന്ന് നോക്കി, ഒരു കൊഴുപ്പ് പിടിച്ച പോലെ വന്നില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പൊ ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാ. ഇത് കണ്ടോ, ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. ഞാനിത് സ്ട്രെയിനറിനകത്ത് ഇട്ട് ചെയ്തപ്പം ശരിക്കും ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ വേറെ 2 സാധനം കൂടെ ശക്ലിച്ച് ചേർക്കും. ഞാൻ ഇതിനകത്ത് ഒരു ശകലം വിനീഗർ ചേർക്കുകയാണ്. ഒരു ശകലം മതി. ഇത് കണ്ടോണം എൻ്റെ ഒഴിക്കുന്നതാണ്. ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു ശകലം മാത്രം, മുഴുവനും നിറച്ചു ഒഴിച്ചില്ല. പറയുവാണെങ്കിൽ ഒരു 3-4 ഡ്രോപ്പേ ഒഴിച്ചുള്ളൂ അത് കേട്ടോ, വിനീഗർ. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാല് ഇതാണ് സോയാ സോസ് എന്ന് പറയും, സോയാ സോസ്. ഇതൊരു ശകലം ഞാൻ ഒഴിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാല് ഇത് ചേർക്കുന്നതുകൊണ്ട് വിനീഗർ ഞാൻ ഒരു ശകലം 3-4 ഡ്രോപ്പ് ഇട്ടായിരുന്നല്ലോ. ഇതൊരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഒഴിക്കാം, നിറച്ചൊഴിക്കാം, കുഴപ്പമില്ല. അപ്പം ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒണിയൻ ലീഫാണ്. എൻ്റെ കയ്യില് മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ശകലം ഒണിയൻ ലീഫ് ഇടുവാണ്. അത് നമുക്ക് നല്ലതാണ്, പച്ചക്കൊക്കെ ഇടുന്നതിനും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പുറത്തുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.